ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നിർവയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവനം ശുശ്രൂഷിപ്പാൻ ദൈവമായ കർത്താവ് ഒരുക്കി തന്ന വിലപ്പെട്ട അവസരത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. ഒരു വേദഭാഗം വായിക്കട്ടെ. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 15-ാം വാക്യം. ദൈവപുരുഷൻ്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനെ, നാം എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ആ അധ്യായത്തിൻ്റെ 8-ാം വാക്യം മുതൽ 23-ാം വാക്യം വരെയുള്ള ആ സംഭവത്തിൻ്റെ ശരിയായ വശം ഇത്രയും ഭാഗത്തുണ്ട്. അതിൽ നിന്നൊരു വാക്യമാണ് വായിച്ചത്. അരാമ്യ സൈന്യത്തിന് ഇസ്രായേലിനോട് പല പ്രാവശ്യം യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിലൊക്കെ എലീശ മുൻകൂട്ടി എന്ത് സംഭവിക്കാൻ പോകുന്നു, എവിടെ അവർ വരും എന്ന ഇസ്രായേൽ രാജാവിന് സൂചന കൊടുത്തതിൻ്റെ വെളിച്ചത്തിൽ താൻ അവിടേക്ക് ആളുകളെ അയക്കുകയും അരാമ്യരെ തടയുകയും ചെയ്തു. തന്നിമിത്തം അരാം രാജാവ് വളരെ ഭാരപ്പെടുകയും നമ്മുടെ രഹസ്യം എങ്ങനെ അവർക്ക് ചോർന്ന് കിട്ടി എന്ന് അന്വേഷിക്കുകയും ചെയ്തു. അതെല്ലാം അവിടെയുണ്ട്. അപ്പോഴാണ് ഒരുത്തൻ പറഞ്ഞത്, ഇസ്രായേലിലൊരു പ്രവാചകനുണ്ട്, ആ പ്രവാചകനാണ് ഈ രഹസ്യമൊക്കെ ഈ ബെഡ്റൂമിൽ പറയുന്നത് പോലും ആ മനുഷ്യനറിയാം എന്ന് പറഞ്ഞത്. ഉടനെ അദ്ദേഹത്തെ പിടിക്കാൻ ആളയച്ചു. ദോഥാൻ താമസിക്കുമ്പോഴാണ് തനിക്ക് ഈ വിധത്തിൽ ഒരു സൈന്യം വന്ന് ആ പട്ടണത്തെ വളഞ്ഞത്. 14-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. അപ്പോൾ ദൈവപുരുഷനെ പിടിക്കാനായിട്ട് ശക്തിയുള്ള ഒരു സൈന്യത്തെ അങ്ങോട്ട് അയച്ചു. അവർ ചെന്ന് പട്ടണം വളഞ്ഞു. രാവിലെ പ്രവാചകന്റെ ദാസൻ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ താൻ കണ്ട കാഴ്ച, ആ സൈന്യം പട്ടണത്തെ മുഴുവൻ വളഞ്ഞിരിക്കുന്നു. രഥങ്ങളുണ്ട്, കുതിരകളുണ്ട്. വലിയൊരു സംവിധാനം, അല്ലെങ്കിൽ അവനെ പിടിക്കാൻ രാവിലെ നേരം വെളുത്താൽ പിടിക്കണം, അതിനുവേണ്ടി പഴുതടച്ച രീതിയിൽ ആ പട്ടണം വളഞ്ഞിരിക്കുകയാണ്. അത് കണ്ടിട്ട് ആ ബാല്യക്കാരൻ എലീശയോട് ചോദിച്ച ചോദ്യമാണ് നാം വായിച്ചത്. അയ്യോ യജമാനെ, നാം എന്ത് ചെയ്യും? നാം എന്ത് ചെയ്യും? ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ എല്ലാ മനുഷ്യരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. ഞാൻ എന്തോ ചെയ്യും? പ്രശ്നങ്ങൾ കുടുങ്ങി ഒരു വിധത്തിലും തലയൂരാൻ പറ്റാതെ വിഷമങ്ങളിലും ഭാരങ്ങളിലും പ്രതിസന്ധികളിലും അകപ്പെടുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് നാം ചോദിച്ചു. പലവട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഒരു കാര്യം ഓർക്കുന്നത്, ഏതാണ്ട് 4 വയസ്സ് തികയുന്നതിന് മുൻപ് കമ്മ്യൂണിസ്റ്റുകാരനായ എൻ്റെ പിതാവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചാണ്, അമ്മച്ചി, നമ്മളിനി എങ്ങനെ കഴിയും? കാരണം അന്ന് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു. ഏതാണ്ട് 33 ദിവസം കഴിഞ്ഞാണ് ആ പിതാവിനെ വിട്ടയച്ചത്. അപ്പോൾ ആ പ്രായത്തിലും ഞാൻ ചോദിച്ചു, നാം എന്തോ ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ കഴിയും? കർത്താവ് ഗിരിപ്രഭാഷണ മധ്യേ പറഞ്ഞ ഒരു വേദഭാഗം കൂടി ബന്ധത്തിൽ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25-ാം വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തൊടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. 31-ാം വാക്യം. ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. അടുത്ത വാക്യത്തിൽ, ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെയും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. അപ്പോൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്തൊടുക്കും? അതിൻ്റെ വേറെ വശമാണ്, നമ്മളെന്തോ ചെയ്യും? നാം വളയപ്പെട്ടു.
നമുക്ക് രക്ഷയില്ല. നമ്മളിനി എന്ത് ചെയ്യും? ഈ ചോദ്യം സമൂഹത്തിലുടനീളം ചോദിക്കുന്നു. പ്രശ്നങ്ങളുടെ മധ്യ അകപ്പെടുമ്പോൾ നമ്മൾ ചോദിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ ചോദ്യം അവൻ ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ പുറത്തിറങ്ങി അകത്ത് വന്നപ്പോൾ പ്രവാചകന്റെ ദാസൻ പ്രവാചകനോട്, എലീശാ പ്രവാചകനോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ അവൻ ഭയത്താൽ നിറഞ്ഞവനാണ്. കുടുങ്ങിപ്പോയെന്നവന് മനസ്സിലായി. ഭാരപ്പെടുകയാണ്. ഒരു പോംവഴിയും കാണുന്നില്ല. ഇതുപോലെ നാം പ്രതികരിക്കുന്നു. പക്ഷേ ഇവിടെ അവൻ്റെ ചോദ്യത്തിൻ്റെ മുൻപിൽ എലീശ അക്ഷോഭ്യനായി ഇളകാതെ അവനോട് ഒരു കാര്യം പറഞ്ഞു. അടുത്ത വാക്യം 16 വാക്യം, അതിന് അവൻ പേടിക്കണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. അത് കേട്ടാൽ സാധാരണഗതിക്ക് ആരും പൊട്ടിച്ചിരിച്ചു. കാരണം അവൻ്റെ നോട്ടത്തിന് ഒന്നും കാണുന്നില്ല, ആരെയും കാണുന്നില്ല, താനും പ്രവാചകനും മാത്രം. എന്നിട്ട് എലീശ പറയുക, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം. അതിലെ പറഞ്ഞേ, ആരും പരിഹസിക്കുന്ന വാക്ക്. എന്നിട്ട് തുടർന്ന് എലീശ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു രണ്ട് ചെറിയ വാക്കുകൾ, അതും അടുത്ത വാക്യത്തിലുണ്ട്. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കോണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. എലീശ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. എലീശ ഒരു വാക്ക് പ്രാർത്ഥിച്ചു. ഉടനെ എലീശയുടെ പ്രാർത്ഥന പോലെ യഹോവ അവൻ്റെ കണ്ണ് തുറന്നു. കണ്ണ് തുറന്നപ്പോഴാണ് അവൻ ആ സത്യം കണ്ട. അല്ലെങ്കിൽ എലീശ നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമെന്ന് പറഞ്ഞപ്പോൾ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ബാഹ്യ നിങ്ങൾക്കത് കാണുവാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അവന് വേണ്ടി പ്രാർത്ഥിച്ചത്. ദൈവം അവൻ്റെ കണ്ണെന്ന് തുറന്നപ്പോൾ അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് മല നിറഞ്ഞിരിക്കുക എലീശയുടെ ചുറ്റും. പിന്നെ അവൻ ആ ചോദ്യം ഉന്നയിച്ചായിട്ട് കാണുന്നില്ല. ഭയത്തിൻ്റെ, ആകാംക്ഷയുടെ, ഉത്കണ്ഠയുടെ, നെടുവീർപ്പിൻ്റെ ആ ചോദ്യം ഒരിക്കലും അവൻ ചോദിച്ചില്ല. കാരണം അവൻ്റെ കണ്ണു തുറന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് നാം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നാം നിലവിളിക്കുന്നത്? കർത്താവ് നാം നേരത്തെ വായിച്ച ഗിരിപ്രഭാഷണത്തിലെ ഭാഗത്ത് കർത്താവ് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇവയൊക്കെ ഈ ലോകജാതികൾ അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ ദൈവമക്കളും മറ്റുള്ളവരും തമ്മിൽ പ്രകടമായ വ്യത്യാസം ഉണ്ട്, പ്രത്യക്ഷമായ പ്രകടമായ വ്യത്യാസം ഉണ്ടെന്ന് ഈ വേദഭാഗം തെളിയിക്കുന്നു. എന്താണത്? പക്ഷെ അത് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സാധാരണ നമ്മളെല്ലാം പറയാം, യാദൃശ്യമായി പോയി, ആകസ്മികമായി പോയി, പെട്ടെന്നായിപ്പോയി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ പറയുക. പെട്ടെന്ന് ഒരു മാരകമായ രോഗം വരികയോ ഒരു പ്രതിസന്ധി ഉണ്ടാകുകയോ പ്രശ്നം വരികയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോവും, അല്ലെങ്കിൽ അങ്കലാപ്പിലാകും, പരിഭ്രമിക്കും, നെടുവേൽപ്പിടും, ഭയപ്പെടും. യോഗജാതികൾക്ക് സഹജമാണ്. എന്നാൽ ദൈവമക്കൾ എന്ന് പറയുന്നവർക്ക് അങ്ങനെയാണോ? ഇവിടുത്തെ പ്രശ്നം എന്താണ്? അവനെ ആ ഭയത്തിൻ്റെ, ഉത്കണ്ഠയുടെ, ആകാംക്ഷയുടെ ചോദ്യം ചോദിക്കാൻ കാരണം എന്താണ്? ജമാനെ, നാം എന്ത് ചെയ്യും? കുടുങ്ങിപ്പോയി. ചുറ്റും സൈന്യമാണ്, രഥങ്ങളും കുതിരകളും ശക്തിയേറിയ സൈന്യമാണ്. സ്വാഭാവികം. പ്രശ്നം വിശ്വാസിക്കും വരാം, അവിശ്വാസിക്കും വരാം. പക്ഷേ എന്താണ് യഥാർത്ഥ കാരണം? അതാണ് നമ്മുടെ പ്രശ്നത്തിനും കാരണം. പ്രശ്നമല്ല ദൈവ പൈതലിനുള്ള പ്രശ്നങ്ങൾക്ക് പോംവഴിയുണ്ടോ, അതിൻ്റെ നടുവിൽ വല്ല നീക്കുപോക്കുമുണ്ടോ? മറ്റുള്ളവർക്ക് പ്രശ്നം ഉണ്ടാകുന്ന പോലാണോ ദൈവത്തിനുണ്ടാകുന്നത്?
വിലാപങ്ങൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്. കർത്താവ് കൽപ്പിക്കാതെ മാത്രമല്ല, നമ്മുടെ സകല പ്രശ്നം അറിയുന്നവനാണ് കർത്താവ്. നമ്മൾ ഈ ഈ പ്രശ്നം ഉണ്ടായതിന് ശേഷമല്ല, അതിനു മുൻപേ അവൻ കാണുന്നു, അവൻ നിയന്ത്രിക്കുന്നു. റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിലുണ്ടല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലവും അല്പം പോലും അംഗീകരിക്കില്ല. എന്താണ് പ്രശ്നം ഇവിടെ? മാത്രമല്ല, ദിനവൃത്താന്തങ്ങൾ നാം കാണുന്നു, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ആ ദൃഷ്ടിപഥത്തിൽ നിന്ന് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. ആ കണ്ണുകളെ മറയ്ക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥ പ്രശ്നം? എലീശയുടെ ബാല്യക്കാരൻ്റെ അല്ലെങ്കിൽ എലീശയുടെ ഭൃത്യൻ്റെ പ്രശ്നം തന്നെയാണ്. ബാഹ്യ നയനങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ, അയ്യോ താങ്കൾ ഇപ്പം മുക്കിക്കളെ, ഇപ്പം അടിമയാക്കും, ഇപ്പം തീർന്നു, ബാഹ്യ നയനങ്ങൾ പറയും. എന്നാൽ അയക്കണ്ണ് തുറന്നാൽ, അല്ലെങ്കിൽ ഇവിടെ എലീശ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ കണ്ണ് അടഞ്ഞിരിക്കുകയല്ലായിരുന്നു. അവൻ്റെ ശാരീരിക നയനങ്ങൾ അല്ലെങ്കിൽ അക്ഷരീക നയനങ്ങൾ അടഞ്ഞതല്ല. അതുകൊണ്ടാണല്ലോ അരാമ്യ സൈന്യത്തെ കണ്ടത്. എന്നാൽ അവൻ്റെ ശരിക്ക് അവൻ്റെ അകക്കണ്ണ് തുറക്കുന്നപ്പോൾ വേറൊരു ചിത്രമാണ് കാണുന്നത്. അവൻ്റെ പ്രശ്നവും തീർന്നു. അപ്പോൾ ഈ പ്രശ്നം ഇതാണ്, നമ്മുടെ കാഴ്ചയുടെ പ്രശ്നമാണ്. പ്രശ്നങ്ങളുടെ മുൻപിൽ, പ്രതിസന്ധികളുടെ മുൻപിൽ എണ്ണമാറ്റ തിരമാല പോലെ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ഓളങ്ങളുടെ മുൻപിൽ നാം ആടിപ്പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും കാരണം ഇതാണ്, നമ്മുടെ കാഴ്ചയ്ക്ക് തകരാറുണ്ട്. ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിന് നീക്കുപോക്കും ദൈവത്തിന് ഒഴുക്കുന്ന വഴിയും കാണുവാൻ നമുക്ക് കഴിയുന്നില്ല. അവൻ്റെ കണ്ണ്, ദൈവൻ്റെ കണ്ണ് തുറന്ന് അവനെ ആ കാഴ്ച അലിച്ചാട് ചുറ്റുമിരിക്കുന്ന അഗ്നിമയമായ രഥത്തെയും കുതിരയും കണ്ടപ്പോൾ ചോദ്യം തീർന്നു. പിന്നെ ഉന്നയിച്ചിട്ടേയില്ല. ക്രിസ്തീയ ജീവിതത്തിലും ഇത് പ്രസക്തമാണ്. എന്തുമാകട്ടെ, ഏത് പ്രശ്നവുമാകട്ടെ, ഏത് തിരമാലയുമാകട്ടെ, തിരസ്കാരമാകട്ടെ, വെല്ലുവിളിയാകട്ടെ, ഒരു പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടൊരു പലരും ഇയാൾക്ക് ഇങ്ങനെയൊക്കെ പറയാം എന്ന് പറയുവാൻ ജീവിത അനുഭവത്തിൽ നിന്നുകൂടെയാണ് ഞാനിത് പറയുന്നത്. വയൽ വെള്ളിക്കരനെയുമായിട്ട് വളർന്ന ഒരു വ്യക്തിയല്ല ഞാൻ. യോഗത്തിന് പ്രതികൂല സാഹചര്യങ്ങൾ അനുഭവിച്ച് അതിൻ്റെ നടുവിൽ കൂടെ ദൈവത്തിൻ്റെ കരുതലും നടത്തിപ്പും അനുഭവിച്ചാണ് ഇന്ന് യോഗം എത്തിയത്. 50 വർഷമായി വിശ്വാസത്താൽ കർത്താവിനെ രുചിച്ചറിയുന്ന ജീവിതമാണ് എൻ്റേത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നിലനിൽപ്പില്ലല്ലോ പ്രവർത്തകർക്ക്. അതുപോലെയാണല്ലോ ഇന്നത്തെ സംഘടനകളും. ഒരു കെട്ടുറപ്പുള്ള സംഘടന, നല്ല സംഘടനയിൽ നിന്നാലേ കാര്യം നടക്കുകയുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. മറ്റു പല രീതിയിലും മാത്രമല്ല. പക്ഷേ ജീവിത പ്രശ്നങ്ങളെ സഹായിക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിയുമോ? കർത്താവ് പറഞ്ഞ പോലെ എന്ത് തിന്നും, എന്തൊടുക്കും, എന്ത് കുടിക്കും, നമുക്ക് ചിന്തയാണ്. എന്തോ ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എന്ത് ചെയ്യും, പിള്ളേരുടെ ഭാവി എന്താകും, ചോദ്യമാണ്. ഇങ്ങനെ ചോദ്യങ്ങൾ നാം അറിയാതെ ഇതേ ചോദ്യം സാത്താൻ നമ്മുടെ മുൻപിലും കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അവൻ ഉന്നയിക്കും. സ്വാഭാവികമാണ്. ഭാരപ്പെടാതെ പ്രാർത്ഥിക്കുക, കർത്താവ് നീക്ക് തരും എന്ന് പറയുമ്പോൾ പലരും പറയുന്നത് ഞാനല്ല, പിന്നെ ആരാ ഭാരപ്പെടുന്നത്, എൻ്റെ കാര്യത്തിന് ഞാനല്ലേ ഭാരപ്പെടാനുള്ളൂ. സ്വാഭാവികമല്ലേ. ഇതുപോലെ ഒരാൾ മാത്രമല്ല, പലരും ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു സംഭവമുണ്ട്. ആഗാർ അടങ്ങി ഒതുങ്ങി കഴിയാതെ വന്നപ്പോൾ
അവളെ മോനെ അബ്രഹാം പുറത്താക്കി. അബ്രഹാം പുറത്താക്കിയപ്പോൾ അവർ രണ്ടുപേരും കൂടെ മരുഭൂമിയിൽ ഓടുന്ന തുരുത്തിയിൽ ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്ത് അവരെ വിട്ടയച്ചു. ആ വെള്ളം തീർന്നു, അപ്പവും തീർന്നു. അപ്പോൾ ആ സംഭവം ഉൽപ്പത്തി 21-ാം അധ്യായത്തിലുണ്ട്. ദാഹിച്ച് വലിഞ്ഞ മരുഭൂമി, വെള്ളമില്ല. മകനെ ഒരു മരത്തിന് ചുവട്ടിക്കൊണ്ട് കിടത്തിയിട്ട് അവൾ ഒരു അമ്പിൻപാട് ദൂരത്ത്, ഒരു അമ്പ ചെയ്യുന്ന ദൂരത്തോളം പോയിരുന്ന് എനിക്ക് കുഞ്ഞിൻ്റെ അവൻ്റെ മരണം കാണണ്ട എന്നും പറഞ്ഞ് അവൾ നിലവിളിച്ചു. ആ സമയത്ത് ദൈവം ഇടപെട്ടു. ആ ഉൽപ്പത്തി 21:19 ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവൾ ഒരു നീർറവ് കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലിനെ കുളിപ്പിച്ചു. നീർറവ് അവിടെ ഉണ്ട്, പക്ഷെ അത് കാണാൻ അവൾക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഇതുപോലെ അനേക സംഭവങ്ങൾ, നൂറുകണക്കിന് സംഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട്, ഭക്തന്മാരുടെ ജീവിതത്തിലുണ്ട്. നാം ഭാരപ്പെടുമ്പോൾ, നാം നിരാശപ്പെടുമ്പോൾ നമ്മുടെ ശാരീരികമായ പ്രശ്നങ്ങൾ കൂടും, മറ്റ് വിഷമങ്ങൾ കൂടും. നാം ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്ന പലതിനും അടിമയാകും. ടെൻഷനും വർദ്ധിക്കും. പിന്നെ ഉറക്കം കുറയും, ഒന്നിനോടും താല്പര്യമില്ലാതാകും. നാം ദൈവത്തെ ചോദ്യം ചെയ്യും, നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യും. ഇങ്ങനെ എന്തിനു പറയുന്നു, അരിഷ്ടന്മാരായി നമ്മുടെ ജീവിതം മാറും. വേദപുസ്തകം പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്തകളും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. അത് ആ വാക്യമുള്ളത് 50-ാം സങ്കീർത്തനത്തിൽ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. എന്നിട്ട് പറഞ്ഞു, നീതിമാൻ കുലുങ്ങിപ്പോവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. എത്ര നല്ല വാഗ്ദത്തങ്ങൾ! പക്ഷേ നാം എല്ലാം നിരാശപ്പെടുന്നു, നെടുവീർപ്പെടുന്നു. എന്തോ ചെയ്യും, പ്രശ്നങ്ങളുടെ മുൻപിൽ എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. എന്നാലും ഞാൻ ആത്മപ്രശംസയായി പോകുമോ എന്ന് ചിന്തിച്ച് അതെല്ലാം നിർത്തുകയാണ്. വ്യക്തിപരമായി എണ്ണി 80 വർഷത്തിനിടയ്ക്ക് 50 വർഷമായി കർത്താവിനെ സൂക്ഷിച്ച തുടങ്ങിയിട്ട് ഇതിനിടയ്ക്ക് എണ്ണമറ്റ പ്രതിസന്ധികൾ കൂടെ കടന്നുപോയി. പക്ഷേ അവിടെയെല്ലാം കർത്താവിൻ്റെ വിശ്വസ്തത കാണുവാൻ ദൈവം എനിക്കിടയാക്കി. എന്തുകൊണ്ടാണെന്നറിയാവോ? നമുക്ക് സാധാരണ പറ്റാത്തതും എന്താണെന്നറിയാമോ? ഒരു കാര്യം, ഒരൊറ്റ കാര്യം ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. കർത്താവിൻ്റെ മുഖം തേടാത്തതുകൊണ്ട്, അവൻ്റെ പാദത്തിൽ പോകാത്തതുകൊണ്ട്. പൗലോസ് പറഞ്ഞത്, മിക്കവാറും കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആ വാക്ക് ഞാൻ ഉദ്ധരിക്കാറുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ, അതിൻ്റെ 18-ാം വാക്യത്തിൽ 18-19 വായിച്ചാൽ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്ന് പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശയിൽ നിന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം എന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇതിൽ അറിയേണ്ടതെന്നും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഹൃദയദൃഷ്ടി ബാഹ്യ നയനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കാഴ്ചയാൽ നാം നടക്കുമ്പോൾ എല്ലാം പ്രതികൂലമാണ്, എല്ലാം പ്രയാസമാണ്. ഞാൻ കാഴ്ചയാലല്ല വിശ്വാസത്തിൽ നിങ്ങൾ നടക്കുന്നു എന്ന് ഒരു വീഡിയോ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. കാഴ്ച പറയും, അയ്യോ എൻ്റെ മുൻപിൽ വലിയ മതില. വിശ്വാസം പറയും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. കാഴ്ച പറയും, എൻ്റെ കൂടെ അയ്യോ എൻ്റെ ചുറ്റും സൈന്യമാണ്. വിശ്വാസം പറയും, അവർ തേനീച്ച പോലെ എന്നെ ചുറ്റുവളഞ്ഞു, മുൾത്തി പോലെ അവർ കെട്ടുപോയെന്ന്. എന്ത് പ്രശ്നവും ദൈവത്തിൻ്റെ അവസരമാണെന്ന് ജീവിതത്തിൽ മനസ്സിലാക്കിയാൽ, എൻ്റെ കർത്താവ് ജീവിക്കുന്നു, അവൻ എന്നെ കൈവിട്ടിട്ടില്ല, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. 1 തെസ്സലോനിക്കത്തിൽ അത് പറയുന്നുണ്ടല്ലോ, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവന് ചെയ്യും. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, ഞാൻ അവിശ്വസ്തനായാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. ഞാൻ എന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിഷയം ഇതാണ്, ദൈവീക വാഗ്ദത്തങ്ങളെ ആശ്രയിക്കുകയും
ദൈവവചനത്തിൽ ഉറയ്ക്കുകയും ദൈവസന്നിധിയിൽ ഇരുന്ന ദൈവത്തിന് പ്രവൃത്തി കാണുവാൻ ശ്രമിക്കുകയും ചെയ്യാത്തതാണ് നമ്മുടെ കുഴപ്പം. അതിന് കാരണം നമ്മുടെ ആക്കണ്ണടഞ്ഞു പോയി. പ്രശ്ന പരിഹാരം അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പ്രശ്നത്തിന് പരിഹാരം ഒരുക്കി വച്ചിരിക്കുന്ന കർത്താവിനെ നാം കാണാൻ മറക്കുന്നു. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിളിച്ചതിന് ശേഷമല്ല അവർക്ക് എന്ത് കൊടുക്കണം തീരുമാനിച്ചത്. അവരെ വിളിക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് എന്ത് വേണമെന്നും എത്ര വീതം മന്ന വേണമെന്നും ദൈവത്തിനറിയാം. അവർക്ക് എത്ര വെള്ളം വേണം, അതെവിടെയുണ്ടെന്നും ദൈവത്തിനറിയാം. അതവർ കണ്ടെത്തിയത് മരുഭൂമിയിൽ വന്നതിന് ശേഷം, ആവശ്യമുണ്ടായതിനു ശേഷം. നമ്മെ വിളിച്ചതെയും എന്നെ രക്ഷിച്ചത് സർവശക്തന്റെ പ്രവൃത്തിയെങ്കിൽ, എന്നെ വിളിച്ചവൻ സർവശക്തനെങ്കിൽ, കർത്താവായേശുവിന്റെ രക്തം എനിക്ക് വേണ്ടി ചിന്തിയെങ്കിൽ, അത് ഊറ്റി എന്നെ വീണ്ടെടുത്തെങ്കിൽ, എനിക്ക് വേണ്ടി സകലവും ചെയ്യുവാൻ അവൻ്റെ കരം ശക്തമാണ്. ഇത് പറയുന്നത് ജീവിതാനുഭവത്തിൽ നിന്ന് കൂടിയാണ്. ഒരു കാര്യം നാം ചെയ്താൽ, ഒറ്റ കാര്യം. 46-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമൊന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അത് നമ്മുടെ ഭാഷയിൽ മിണ്ടാതിരുന്ന, പഴയ ഭാഷ എന്തായാലും അനുസരിച്ച് കറക്റ്റാണ്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ കാണാം, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ശാന്തരായിരുന്നു, മിണ്ടാതിരിക്കാതെ ശാന്തരായിരുന്നു, അമർന്നിരുന്നു അവൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ പണ്ട് എവിടെയോ വായിച്ചത് ഓർക്കുന്നു, സൂപ്പർ സൈക്ലോൺ അടിക്കുമ്പോൾ പോലും, സൈക്ലോൺ ചുഴലിക്കാറ്റ് 200-300 മൈൽ വേഗത്തിൽ ആഞ്ഞടിച്ച് സകലത്തെയും താർക്കുമ്പോഴും അതിൻ്റെ നടുഭാഗം, അതിൻ്റെ കേന്ദ്രഭാഗത്ത് പോയാൽ തികഞ്ഞ ശാന്തതയാണ്. ശാസ്ത്രീയമായി തെളിയിച്ചതാണ്. ഒരു വൈമാനികൻ ഒരിക്കൽ ചുഴലിക്കാറ്റിൻ്റെ മധ്യഭാഗത്തേക്ക് വിമാനം പറപ്പിച്ചു. അവിടെ ചെന്നപ്പോൾ ഒരു കാറ്റുമില്ല, ശാന്തത. ഇത് തന്നെയാണ് നാമും അനുഭവിക്കേണ്ടത്. ക്രിസ്തീയ ജീവിതത്തിൽ നാമം അനുഭവിക്കേണ്ടത്. ഭാരപ്പെട്ട് നെടുവേർപ്പെട്ട് അവിശ്വാസികളെക്കാളും നിരാശയോടെ ദൈവജനം എന്ന് പറയുന്നവർ ഇന്ന് ഓടി നടക്കുന്നു. കാരണം എന്താ? കർത്താവിൻ്റെ പാത്രം അമർന്നിരിക്കെ. ലോകത്തിലേക്കും ശക്തമായ പരിഹാര മാർഗം കർത്താവ് വിശ്വാസിക്ക് തന്നിട്ടുണ്ട്. ശക്തമായ പരിഹാര മാർഗം എന്താണെന്നറിയാം? ദൈവസൽ മടങ്ങുന്ന മുഴങ്കാൽ, അവനസനിൽ മുട്ടുകുത്തി ദൈവത്തോടൊത്ത് നാം ജീവിക്കുമെങ്കിൽ, കർത്താവിനെ വിശ്വസിക്കുമെങ്കിൽ, ഏത് കൊടുങ്കാറ്റും നമ്മുടെ മുൻപിൽ ഒന്നുമില്ല. ഏത് പ്രശ്നവും നമ്മുടെ പ്രശ്നം വരും, ഇല്ലെന്ന് പറയുന്നില്ല. കടലിലെ തിരമാല അടിക്കുന്ന പോലെ ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിച്ചെന്ന് വരും, ഇല്ലെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ അതോടൊപ്പം പൂമിഴി ഉണ്ടാക്കുവാൻ എൻ്റെ കർത്താവ് ജീവിക്കുന്നു. ഞാൻ പറയുന്നത് തിയറി അല്ല, പിന്നെയോ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കർത്താവിനെ രുചിച്ചറിഞ്ഞിരുന്ന ഞാൻ സാധാരണ പലരോടും, പ്രത്യേകിച്ച് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന പലരോടും പറഞ്ഞിട്ടുള്ള, ഇന്നും പറയുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, ആരെങ്കിലും വാക്ക് കേട്ട് ഞാൻ എന്നെ സഹായിക്കാമെന്നുള്ള ആരെങ്കിലും വാക്ക് കേട്ട് കർത്താവിൻ്റെ വിലയ്ക്ക് ഇറങ്ങരുത്. 2, എന്തേലും കരുതി വെച്ചേച്ച് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങരുത്. അതിൻ്റെ അർത്ഥം മറ്റ് മാർഗങ്ങൾ ആശ്രയിക്കാമെന്ന. ഞാനീ പറഞ്ഞ എൻ്റെ അനുഭവത്തിൽ കൂടെ മാത്രമല്ല, പരശതം വിശുദ്ധന്മാരുടെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് തങ്ങൾ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയമാണ്. മാത്രമല്ല, സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. അപ്പൊ ദൈവാശ്രയം നമുക്കുണ്ടെങ്കിൽ നാം പ്രാർത്ഥിക്കും, നാം അവനെ വിശ്വസിക്കും, അവനെ കാത്തിരിക്കും, കർത്താവ് പ്രവർത്തിക്കും. എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും.
എന്നെ സഹായിച്ചവൻ നിന്നെയും സഹായിക്കും, അല്ലെങ്കിൽ എന്നെ സഹായിച്ചവൻ നിങ്ങളെയും സഹായിക്കും. എന്നെ വിടുവിച്ചവൻ നിങ്ങളെയും വിടുവിക്കും. എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും. അവനെ വിശ്വസിക്കുക. അപ്പോൾ ഇപ്പം എലീശയുടെ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ അയ്യോ, അവൻ കണ്ടത് മറ്റേതെല്ലാം നശ്വരമായതാ. വെളിയിൽ, പട്ടണത്തിന് വെളിയിൽ കണ്ടത് നശ്വരമായതാ. അതാ മൂക്കി ശ്വാസമുള്ള കുതിരയും പട്ടാളക്കാരും ഒക്കെയാണ്. എന്നാൽ എലീശയ്ക്ക് ചുറ്റും നിൽക്കുന്നത് സ്വർഗീയ സൈന്യമാണ്. നമ്മുടെ കണ്ണ് തുറന്ന വിശ്വാസ കണ്ണുകളാണ്. ആ കണ്ണ് തുറന്ന ശരിയായ കാഴ്ച നാം പ്രാപിച്ചാൽ സ്വർഗീയമായതിനെ നാം കാണും. കണ്ടാൽ ഒരു ശക്തിയുടെ മുൻപിൽ നാം ചുളിപ്പോകത്തില്ല. ഇന്ന് സംരക്ഷകരെ തേടി പോകുന്ന കാലമാണല്ലോ. ഇന്ന പാർട്ടിക്കാർ ഞങ്ങളെ സൂക്ഷിക്കും, ഇന്ന പാർട്ടിക്കാർ ഞങ്ങളെ ഒരുത്തരും സംരക്ഷിക്കില്ല. വെറുതെയാണ്. വിശ്വാസിയായി സംരക്ഷിക്കാൻ മൂക്കിൽ ശ്വാസമുള്ള ഒരു രാഷ്ട്രീയക്കാരനും കഴിയില്ല. പക്ഷേ അവൻ്റെ പുറകെ ആവുന്നു. ഇപ്പോഴെങ്ങനെ ഒരു പുതിയ സംവിധാനം കണ്ടു, സഭ എന്ന പദവി തന്നു. വലിയ കാര്യമായിപ്പോയി. പെന്തിക്കോസുകാരെ, നിങ്ങൾക്ക് നാണമില്ലേ? ഇതിനു വേണ്ടിയോ യേശു രക്തം ചെയ്യുന്നത്? ദൈവനാമത്തിന് അപമാനമായ സ്വഭാവം, പ്രവൃത്തി, ലജ്ജാകരം. ലോകത്തെ മനുഷ്യൻ സഭ എന്ന പദവിയോ പെന്തിക്കോസുകാരെ അംഗീകരിച്ചുകൊണ്ട് എന്ത് കിട്ടി? ബാഹ്യമായ കാര്യങ്ങൾ. അതിനുവേണ്ടിയാണോ കർത്താവ് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്തത്? ലോകത്തിന് അംഗീകാരം കിട്ടാനോ? കുഞ്ഞു ഉദ്ദേശി പണ്ട് ഒരു പാട്ട് പാടിയായിരുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ എനിക്ക് പാടാൻ ഉള്ള സ്കില്ലില്ലാത്തതുകൊണ്ട് ഞാൻ പൊതുവിൽ അങ്ങനെ പാടാറില്ല, കൂട്ടത്തിൽ പാടുകയുള്ളൂ. ലോകം തരും സുഖം എനിക്ക് വേണ്ട, കേമന്മാർ ലിസ്റ്റിലൻ പേരും വേണ്ട, യേശുവിനെ പ്രതി സങ്കടങ്ങൾ നിന്ദകൾ സഹിക്കുന്ന ജീവൻ മതി. ഇന്ന് കേമന്മാർ ലിസ്റ്റിൽ പേര് വേണം. ഭാഗ്യമായത് കണ്ടേച്ച് സ്വർഗീയമായതിനെ ഉപേക്ഷിച്ച് ഭയന്ന് വിറച്ച് കർത്താവ് വെച്ച് ഉയർത്തെഴുന്നേറ്റപ്പോഴും യഹൂദന്മാരെ പേടിച്ച് വാതിലടിച്ചിരുന്ന ശിഷ്യന്മാരെ പോലെ ഇന്നത്തെ ഭൂരിപക്ഷം പെന്തിക്കോസുകാർ. സംശയമുണ്ടെങ്കിൽ ഒന്നാമത് വായിച്ചു നോക്ക്. യഹൂദന്മാരെ പേടിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു, പക്ഷേ പേടിച്ച് വാതിലടച്ചിരിക്കുക കർത്താവ് യേശുവിൻ്റെ ശിഷ്യന്മാർ. അതുപോലെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പ്രസംഗിക്കുന്നു, സകലത്തിനും മതിയായ യേശുവിനെ പ്രസംഗിക്കുന്നു, സർവവല്ലഭനായ യേശുവിനെ പ്രസംഗിക്കുന്ന വായ കൊണ്ട് പറഞ്ഞേച്ച് പേടിത്തുള്ളമാരായിട്ട് നടക്കുക. എന്ത് അപമാനകരമല്ലേ? സങ്കടം കൊണ്ടങ്ങ് പറഞ്ഞു പോയതാണ്. എന്തോ ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെയുള്ളവരെ വിശ്വാസവുമില്ല, ദർശനവുമില്ല, ദൈവമേയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ബാല്യക്കാരനെ കണ്ണു തുറന്നു, നേരത്തെ കണ്ടു. യജമാനും ഭക്തനും കൂടെ വെളിയിലിറങ്ങി. പിന്നെ പ്രശ്നത്തിൻ്റെ പരിഹാരം എങ്ങനെ വന്നേ? എലീശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അരാമ്യ സൈന്യത്തിൻ്റെ കണ്ണടഞ്ഞപ്പോൾ ഇപ്പം എലീശയും ഭക്തനും കൂടെ, അതവിടെ എഴുതിയിട്ടില്ല ഭക്തനെന്ന്, പക്ഷേ എൻ്റെ ഇമാജിനേഷൻ അങ്ങനെ സംഭവിച്ചത്. എലീശയും ഭക്തനും കൂടെ നടത്തുകയാണ്. അരാമ്യരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടെ അടുക്കൽ കൊണ്ടുപോയി. ഇപ്പോൾ എന്തിനു പറയുന്നു, നായ്ക്കുട്ടി പുറകെ നടക്കുന്ന പോലെ അരാമ്യ സൈന്യം എലീശയുടെ പുറകെ നടക്കുക. എലീശയുടെ ബാല്യക്കാരൻ അവരുടെ മുൻപിലുണ്ട്. പ്രശ്നം പുറകിലായി, ഇപ്പോൾ പ്രശ്നത്തിന് മുൻപിലാണ്. എപ്പോഴാ? കണ്ണു തുറന്നപ്പോൾ ദൈവമേ, ഒരു ശക്തിക്കും യശാപ്രവണത്തിൽ എഴുതിയിരിക്കുന്ന നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്ന് അവരുടെ നീതിയുമാകുന്നു. നാം ദൈവദാസന്മാരെങ്കിൽ, ദൈവജനമെങ്കിൽ, വാസ്തവമായി ഇന്ന് ദൈവം എന്ന് പറഞ്ഞാൽ ലേബൽ എഴുതി ഒട്ടിക്കാം, അല്ല, ദൈവജനമെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും എൻ്റെ കർത്താവിൻ്റെ പക്കൽ പരിഹാരമുണ്ട്. നാം പ്രശ്നത്തിന് കീഴ്പ്പെടുകയല്ല, പ്രശ്നം നമ്മളെ പുറകെ വരുന്നത്. ഇപ്പോൾ എലീശ അങ്ങനെയാണല്ലോ.
അരാമ്യ ശമര്യ വരെ എലീശ കൊണ്ടുപോയി. വേണേ അവരെ എല്ലാം കൊല്ലാം, അത് ചെയ്തില്ല. 23-ാം വാക്യത്തിൽ എനിക്ക് ചിരി വരുന്നൊരു സംഭവമുണ്ട്. അങ്ങനെ അവൻ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി. അവർ തിന്നു കുടിച്ച ശേഷം അവൻ അവരെ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാന്റെ അടുക്കൽ പോയി. അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല. അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല. ചിന്തിച്ചു നോക്കണം. ഇന്ന് നാം എന്തുമാണ് നമ്മളെ മുൻപുള്ള സാഹചര്യം, എന്തുമാണ്, എത്ര വലുതുമാണ്. ദൈവസ്ഥലം മുഴങ്ങാലും മടക്കി നമ്മുടെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ നമ്മുടെ കണ്ണ് തുറന്നാൽ നാം പ്രശ്നപരിഹാരം കണ്ടു. ലീശയുടെ ബാല്യക്കാരൻ്റെ കണ്ണുകൾ തുറന്ന് പിന്നെ അവൻ ആ കാഴ്ച കണ്ടപ്പോൾ പിന്നെ അവൻ ചോദ്യം ചോദിച്ചില്ലല്ലോ. അപ്പം നമുക്കും വേണ്ടതാണ്, കർത്താവ് നമ്മുടെ കണ്ണ് തുറന്നാൽ, കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിയാൽ ദൈവ സാധ്യത കാണും. ദൈവത്തിൻ്റെ വഴി നടക്കും. നമ്മുടെ ദൈവത്തിന് മഹത്വപ്പെടും. നമുക്ക് വേണ്ടത് അതാണ്, കർത്താവ് മഹത്വപ്പെടണം. അല്ലാതെ ലോകത്തിൽ പേരെടുക്കാനാണെങ്കിൽ അപകടമാണ്. ഇന്നത്തെ പോക്ക് അപകടമാണ്. ഒന്നുകൂടെ പറയുന്നത്, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ വാക്കല്ല, ദൈവവചനം പറയുന്നത്. 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിലുണ്ട്. അവൻ ഏകാഗ്ര ചിത്തന്മാരായി, അവനിൽ ആശ്രയിച്ച് അവനായി കാത്തിരുന്ന് ആ മുഖത്ത് നോക്കി നാം ജീവിച്ചാൽ ഒരിക്കലും നമ്മെ ലജ്ജിപ്പിക്കുകയില്ല. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരൊന്നും ലജ്ജ പോയില്ല. എൻ്റെ ജനം ഒരു നാളെ ലജ്ജ പോകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. എൻ്റെ ജനം ഒരു നാളെ ലജ്ജ പോയില്ല, ഒരിക്കലും ലജ്ജിപ്പിക്കാത്ത ഈ നല്ല കർത്താവിൻ്റെ മുഖത്ത് നോക്കി നമ്മുടെ പ്രശ്നം എന്തുമാണ്, യാത്ര തുടരുക. നമ്മുടെ പ്രശ്നം എന്തുമാണ്, എത്ര കഠിനമാണ്, കർത്താവ് കൂടുണ്ട്. നമ്മുടെ കർത്താവ് മാറിയിട്ടില്ല. നമ്മുടെ കർത്താവ് അശക്തനായിട്ടില്ല. നമ്മുടെ കർത്താവ് ബലഹീനായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷമിക്കുക, 50 വർഷമായി ഞാൻ അനുഭവിക്കുന്നു. ഈ കർത്താവിനെ നടത്തുന്നു. എൻ്റെ രോഗങ്ങൾക്ക് അവൻ മതിയായവൻ, എൻ്റെ പ്രശ്നങ്ങൾക്ക് അവൻ മതിയായവൻ. എന്നെ കബളിപ്പിച്ചു പോയ പല്ലുകൊണ്ട് കർത്താവിനെ കൈവിട്ടില്ല. കർത്താവ് നിർത്തി. കാരണം നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ തന്നെ നാളോളവനെ തേക്കുമെന്നാണ് ഫിലിപ്പിയരിൽ പറയുന്നത്. പൗലോസ് അവസാന സമയമായെന്നറിഞ്ഞപ്പോഴും താൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചു മരിക്കുന്നു. ഉപനിധി എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് പലർക്കും എന്താന്ന് പോലും അറിയത്തില്ല. ഞാൻ അവനെ ഏൽപ്പിച്ചത്, ഞാൻ അവൻ്റെ കയ്യിൽ എന്തു കൊടുത്തോ അത് ആ നാൾ വരെ സൂക്ഷിക്കാൻ ശക്തനെന്ന് ഉറച്ചു മരിക്കുന്നു. ആകയാൽ എന്ത് തിന്നും, എന്ത് കൊടുക്കും, എന്താ അങ്കലാപ്പ് അനുഭവിക്കാതെ സ്വസ്ഥരായി ശാന്തരായി ദൈവകൃപ നിറഞ്ഞവരായി ദൈവാത്മ നടത്തിപ്പിൽ കീഴ്പ്പെട്ട് ദൈവത്തിൻ്റെ നീക്കവും കണ്ട് ദൈവമുഖത്ത് നോക്കി നമ്മുടെ യാത്ര തുടരാം. അവിടെ വാട്ടമില്ല, അവിടെ ദുഃഖമില്ല, അവിടെ നിറവേർപ്പില്ല, അവിടെ പ്രകാശമാണുള്ളത്. ആ നിലയിൽ ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, എലീശയുടെ ബാല്യക്കാരൻ ചോദിച്ച നാം നാം എന്ത് ചെയ്യുമെന്ന് എന്ന ചോദ്യം ഞങ്ങളെല്ലാവരിലും ഉണ്ടാകാറുള്ളതാണല്ലോ. പക്ഷേ അങ്ങയുടെ മക്കളെന്ന് പറഞ്ഞിട്ടും അങ്ങേ മറന്ന് ഞങ്ങളെപ്പോഴും അതിൻ്റെ മുൻപിൽ ആ ചോദ്യത്തിന് മുൻപിൽ ഉത്തരം കിട്ടാത്തവരെ പോലെ പാതറി നെടുവേർപ്പെട്ട് തളർന്ന് ക്ഷീണിച്ചു പോകുന്നുണ്ട്. കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങനെ അങ്ങോട്ട് ചേർന്ന് നിന്ന് ഞങ്ങളുടെ കണ്ണ് തുറന്ന് നാഥ ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അങ്ങയുടെ ശക്തിയുടെ ആളാവറ്റ വലിപ്പം കണ്ട് അനുഭവിച്ച് അതിനൊത്തോണം ദൈവിക വിടുതലിൽ ദൈവനാമ മഹത്വത്തിനായി നിരന്തരം ജീവിപ്പാൻ ദൈവത്തെ ആത്മാവ് സഹായിക്കണമേ.
നിങ്ങളുടെ മുഖത്ത് നോക്കുന്നവരെ ആരെയെങ്കിലും ലജ്ജിപ്പിക്കത്തില്ലല്ലോ. ലോകത്തിൻ്റെ മുഖത്ത് നോക്കുക ലജ്ജിതരാകുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കുന്നവർ പ്രകാശിതരായി തീരുമല്ലോ. ആ അനുഭവത്തിൽ മുന്നോട്ട് പോകുവാൻ ഇവരെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.